സംഭവബഹുലമായ 5 വർഷങ്ങൾ പൂർത്തിയാക്കി ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് പോകുമ്പോൾ പകരമെത്തുന്നത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന മറ്റൊരു തികഞ്ഞ രാഷ്ട്രീയക്കാരനാണ്. ബാല്യകാലം മുതൽ RSSന്റെ ഭാഗമായിരുന്ന ആളാണ് രാജേന്ദ്ര ആർലേക്കർ. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും NDA ഭരണമുള്ള ബീഹാറിലെയും ഗവർണറായ അനുഭവ സമ്പത്തോടെയാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത്. മലയാളിയായ PS ശ്രീധരൻപിള്ള ഗോവയിൽ ഗവർണറായിരിക്കുമ്പോഴാണ് ഗോവ സ്വദേശിയായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണറായി എത്തുന്നത്. അടിമുടി രാഷ്ട്രീയക്കാരനാണ് രാജേന്ദ്ര അർലേക്കർ. 1954 ഏപ്രിൽ 23 പനാജിയിലാണ് ജനനം. പിതാവ് വിശ്വനാഥ് അർലേക്കർ ജനസംഘം നേതാവായിരുന്നു. ബാല്യം മുതൽ RSSന്റെ ഭാഗമായി വളർന്ന അർലേക്കർ 1989 ശ്രീപദ് നായിക്കിനൊപ്പം RSSൽ നിന്ന് BJPയിലേക്ക് നിയോഗിക്കപ്പെട്ടു. 2000 മുതൽ 2006 വരെ സംസ്ഥാന BJP അധ്യക്ഷനായി പ്രവർത്തിച്ചു. ഗോവയിൽ BJPക്ക് അടിത്തറപ്പാകുന്നതിൽ മനോഹർ പരീക്കറിനൊപ്പം നിർണായക പങ്കുവഹിച്ച അർലേക്കർ 2 തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സ്പീക്കറായും വനം പരിസ്ഥിതി മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. മനോഹർ പരീക്കർ പ്രതിരോധ മന്ത്രിയായപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെട്ട പേരാണ് അർലേക്കറുടേത്. 2021 ജൂലൈയിൽ ഹിമാചൽ പ്രദേശ് തെരഞ്ഞെടുപ്പിന്റെ 6 മാസം മുൻപാണ് സംസ്ഥാനത്തെ ഗവർണറായി നിയോഗിച്ചത്. 2023 ഫെബ്രുവരിയിൽ ബീഹാർ ഗവർണറായി സ്ഥാനത്തെത്തിയ രാജേന്ദ്ര അർലേക്കറാണ് NDAയിൽ തിരിച്ചെത്തിയ നിതീഷ് കുമാറിന് സത്യവാചകം ചൊല്ലി നൽകിയത്. ക്രിസ്ത്യൻ വിഭാഗവുമായി BJP കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഗോവയിലെ ക്രൈസ്തവ വിഭാഗവുമായി ഏറെ അടുപ്പമുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ കേരളത്തിലേക്ക് അയക്കുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി.